ഹേയ് ഗായ്സ്, അങ്ങനെ നമ്മളെ പെരുന്നാൾ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടോ. ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയത് ഞാനും ഉമ്മയും ഷന്നികായും മാലിയും മാത്രമേ ഉള്ളേനും. ഫിദ പിന്നെ നാട്ടിലും ഇല്ല. ജസ്റ്റിന് പിന്നെ വരാൻ പറ്റാത്തോണ്ട് ഓളയും കൊണ്ടുവന്നില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള സൂര്യ സിൽക്കിലേക്ക് പോയിന്. അവിടെ പോയപ്പോൾ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു സമാധാനം. എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനത്തിൽ നോക്കിയെടുക്കാലോ ഡ്രസ്സൊക്കെ. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വെസ്റ്റേൺ ടൈപ്പിന്റെ ഫ്ലോറിലേക്ക്. അവിടെ പോയപ്പോൾ കുറേ മോഡൽ ഡ്രസ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഗൗണായിരുന്നു നോക്കിന്. എനിക്കും ഫിദക്കും ജസ്റ്റിനക്കും സെയിം മോഡൽ നമ്മൾ ഡ്രസ്സ് എടുത്ത് അത് അവിടുന്ന് ബില്ലാക്കിട്ടോ. എന്താണെന്നറിയില്ല, ഇപ്പം ഷന്നിക്കാൻ ഭയങ്കര ക്ഷമയോടെ നിൽക്കുന്നുണ്ട്. സാധാരണ അങ്ങനെ സംഭവിക്കില്ല. പിന്നെ നമ്മൾ ഉമ്മക്ക് ഡ്രസ്സ് നോക്കിനെ. സെമി പാർട്ടി വെയറിൽ നോക്കിയപ്പോൾ ചുരിദാർ ഒന്നും അങ്ങോട്ട് സെറ്റ് ആയില്ല നമുക്ക്. അപ്പൊ നമ്മൾ അത് എടുത്തില്ല കേട്ടോ. ഇമ്മക്ക് ഞങ്ങൾ കോട്ടണിൽ ചുരിദാർ എടുത്ത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ജെൻസിന്റെ സെക്ഷനിലേക്ക് പോയിനെ. അവിടെ പോയപ്പോൾ ഇപ്പൊക്ക് മാത്രമേ ഷർട്ട് എടുത്തുള്ളൂ, ബാക്കിയുള്ളവർക്കൊന്നും എടുത്തില്ല കേട്ടോ. അവിടെ കുറെ കളക്ഷൻ ഉണ്ട്, പക്ഷെ ഇവർക്ക് പറ്റിയ സൈസിൽ ഇവർക്ക് ഇഷ്ടപ്പെട്ട മോഡലില്ലേനു. അങ്ങനെ ബില്ലൊക്കെ സെറ്റാക്കി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ തന്നെ നോമ്പ് തുറക്കാനായിട്ടുണ്ട്. അങ്ങനെ നേരെ അടുത്തുള്ള ഹോട്ടലിലേക്ക് കയറിയിട്ടോ. ഞങ്ങൾ അവിടെ പോയി നമ്മൾ നോമ്പൊക്കെ തുറന്ന് അവിടെയുള്ള സ്റ്റാഫ് നമുക്ക് പെട്ടെന്ന് തന്നെ നോമ്പ് തുറക്കാനുള്ളൊക്കെ എടുത്തു തന്നിട്ടുണ്ടേ. സൂര്യ സിൽക്ക് നേരെ ഓപ്പോസിറ്റ് ഹോട്ടലിലേക്ക് പോയിനി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ചെറുതായിട്ട് നോമ്പൊക്കെ തുറന്ന് നേരെ നമ്മൾ നിക്ഷാലിലേക്ക് വിട്ട് നമുക്കൊരു AC വാങ്ങേണ്ടേനും. അത് നോക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഞങ്ങൾ അങ്ങനെ അവിടെ പോയി എല്ലാവരും കൂടെ. അത് പിന്നെ ഡ്രസ്സിന്റെ മാതിരി കുറെ തപ്പാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞങ്ങള് അവിടെ പോയിട്ട് നമുക്ക് പറ്റിയ നല്ലൊരു AC ഒക്കെ നോക്കിയെടുത്ത് അതും ബില്ലാക്കി. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ഇറങ്ങി. നോമ്പ് പിന്നെ ചെറുതായിട്ടല്ല തുറന്നുള്ളൂ. അപ്പൊ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി അവിടെയുള്ള റഹ്മത്തിലേക്കാട്ടോ പോയത്. അവിടുന്ന് ഞങ്ങൾ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ അതങ്ങോട്ട് കഴിച്ചു. അവിടെ ആണെങ്കിൽ നല്ല തിരക്കാട്ടോ. ഓരോരുത്തർ ക്യൂ നിന്നിട്ടാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത്. അങ്ങനെ ഒരുവിധം നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇറങ്ങി. പിന്നെ ഞങ്ങൾ കാറ് കണ്ടുപിടിക്കാൻ കുറെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ഇത്രയുള്ള